ഹായ് ഓൾ. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ഇടുക്കിക്കാരിക്കൂ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനുചേച്ചിയാണ്. അനുചേച്ചി വെൽക്കം. ഓക്കെ, താങ്ക് യു. അനുചേച്ചിനെ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ലോട്ടറിയുടെ ബിസിനസ്സാണ്. അപ്പം നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചറിയേണ്ടത് കേരള ലോട്ടറി ലാഭകരമാണോ, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ചോദിക്കാം. ഈ കേരള ലോട്ടറി വിൽക്കുന്നതിലൂടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഒരു കേരള ലോട്ടറിയുടെ ബിസിനസ് ചെയ്യുന്ന എന്നൊരാളെന്ന നിലയ്ക്ക് ചേച്ചിക്കുള്ളത്? എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ഒരു ലാഭകരമായ ബിസിനസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയം കറക്റ്റ് എപ്പോൾ വേണമെങ്കിലും രാവിലെ കട തുറക്കാം. ഒരു 6 തൊട്ടോ 7 മണി തൊട്ടോ നമുക്ക് വിൽക്കാൻ പറ്റും. ഒരു മാക്സിമം 3 മണി വരെ വിൽക്കാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ നമ്മൾ ടിക്കറ്റ് വിറ്റ് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും കീഴിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ലോട്ടറിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ലോട്ടറി ദിവസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു 4 ദിവസം മാത്രം 4-5 ദിവസം മാത്രമാണ് നമുക്കൊരു അവധി വരുന്നുള്ളൂ. അതുകൂടാതെ നമ്മുടെ ലോട്ടറി മേഖലയിൽ ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ളവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് കേരള സർക്കാർ കൊടുക്കുന്നത്? മെയിനായിട്ട് നമ്മുടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പെൻഷനുണ്ട്. പിന്നെ പിള്ളേർക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉണ്ട്. അതുകൂടാതെ വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം കണ്ട് 6 ലക്ഷം രൂപയോളം അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ലോട്ടറി ടിക്കറ്റ് ഇത്ര എണ്ണം ചെയ്യാവുള്ളൂ എന്ന് അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര എണ്ണം ചെയ്യണമെന്ന് നിബന്ധന അങ്ങനെ എന്തെങ്കിലും കേരള സർക്കാരിൻ്റെ ഇതിൽ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത്ര ടിക്കറ്റ് നമുക്ക് എടുത്ത് വയ്ക്കാം. അതായത് 60 ടിക്കറ്റ് വയ്ക്കുന്നവരുണ്ട്, 30 ടിക്കറ്റ് വയ്ക്കുന്നവരുണ്ട്. അവരവരുടെ കഴിവിനനുസരിച്ച് ഡെയിലി 1000 ടിക്കറ്റ് വയ്ക്കുന്നവരുണ്ട്. അത് അവരവരുടെ കഴിവനുസരിച്ച് നമുക്ക് എത്ര ടിക്കറ്റ് വേണമെങ്കിലും വയ്ക്കാം. ഇൻകം അൺലിമിറ്റഡ് ആണ്? ഇൻകം അൺലിമിറ്റഡ് ആണ്. അത് നമുക്ക് പ്രൈസ് അടിക്കുന്നതനുസരിച്ചും നമ്മൾ എത്ര ലോട്ടറി വിൽക്കുന്നതനുസരിച്ചും അങ്ങനെയാണ് ഇതിൻ്റെ ഇൻകം വരുന്നത്. ചേച്ചിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ പറ്റി കുറച്ചൊന്ന് വിശദീകരിക്കാമോ? ഞാൻ ഡിഗ്രി സുവോളജി ആയിരുന്നു പഠിച്ചത്. എന്നിട്ട് ഈ ലോട്ടറി ഫീൽഡിലോട്ട് ഇറങ്ങാനായിട്ട് വേറെ ഏതെങ്കിലും നല്ല ജോലി കിട്ടില്ല എന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാനൊരു സാധ്യതയില്ല. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ എന്താ വേണ്ടത്? പണമല്ലേ വേണ്ടത്. നമ്മളൊരു ചെറിയൊരു നിസ്സാര ജോലിക്ക് പോയിട്ട് ഒരു 10 രൂപ 15 രൂപ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ നടക്കത്തില്ല. അത്യാവശ്യം അന്ന് നമ്മുടെ അൺലിമിറ്റഡ് ഇൻകം ആണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം അതനുസരിച്ച് നമുക്ക് അത്യാവശ്യം ഇൻകം ഇതിനാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത്. റോഡ് സൈഡിലാണ് ആദ്യം ഈ ലോട്ടറി സെയിൽസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്നാലും റോഡ് സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത്രയും വിദ്യാഭ്യാസമുണ്ട്, കാര്യങ്ങളുണ്ട്, ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇത്രയും പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ലോട്ടറി ഇവിടെ റോഡ് സൈഡിൽ നിന്ന് വിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ റോഡ് സൈഡിൽ അവിടെ നിന്ന് വിൽക്കാൻ ഒരു 3-4 വർഷം പിന്നിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടവെട്ടിൽ ഒരു ഷോപ്പ് ഇട്ടത്. അതിനകത്തുള്ള ഇൻകം കൊണ്ട് തന്നെയാണ് നമ്മൾ വേറെ ഷോപ്പ് തുടങ്ങിയത്. ഇനി അടുത്ത ഒരെണ്ണം അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 1.5 ആഴ്ച കൊണ്ട് നമ്മൾ ആലക്കോട് കൂടെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ ലോട്ടറി ഫീൽഡിൽ പലരും തുടങ്ങുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് അത് വളരെ കുറച്ച് കാലം കൊണ്ട് അവരതിനകത്തുനിന്ന് നിന്ന് പോകുന്നു. അത് എന്തുകൊണ്ടാണെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ലോട്ടറി സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര എണ്ണം വിൽക്കുന്നു എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു കഴിവും. പിന്നെ അതുകൂടാതെ തന്നെ ഏറ്റവും നല്ലത് നമ്മുടെ കസ്റ്റമറിനുള്ള ബിഹേവിയർ. അപ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ചാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വീണ്ടും വരുള്ളൂ. നമ്മളൊരു കടയിൽ ഇരിക്കുമ്പോഴാണ് നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം, ചിരിച്ച് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്താലാണ് അവർ വീണ്ടും വരുള്ളൂ. അപ്പം ലോട്ടറി അടിച്ചില്ലയോ എന്നല്ല, നമ്മുടെ ബിഹേവിയർ അനുസരിച്ച് അവർ വീണ്ടും നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളത് മെയിനായിട്ടും ഈ ലോട്ടറി വിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രൈസ് ടിക്കറ്റ് ചിലപ്പം 5000 അങ്ങനെയൊക്കെ കൊണ്ടുത്തരുമ്പോൾ നമ്മൾ മെയിനായിട്ടും സ്കാൻ ചെയ്ത് അത് പ്രൈസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ മാറിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ വഴിയും ചിലപ്പം നഷ്ടങ്ങൾ ഉണ്ടാകും. ഇപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ലോട്ടറി ബിസിനസ്സിലുണ്ട്, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്യുമ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നു ആഗ്രഹിക്കുന്നു. അപ്പം ഇനി ഒരു ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു വിഷ് ലിസ്റ്റിലുള്ള സ്ഥലം ഏതാണ്? ഇനി ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം പോയത് ഗോവ. പിന്നെ എന്ന് വെച്ചാൽ ഇനി പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു തായ്ലൻഡ് പട്ടായൊക്കെ പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് വീട്ടിലല്ല താമസിക്കുന്നത്, അതായത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതുവരെ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടും ഒരു വീട്
ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തത്? അപ്പോൾ ഞാനൊരു വീട് ഇപ്പോൾ മേടിക്കാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഞാൻ ലോട്ടറി ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ തൊഴിലിനോട് എനിക്കൊരു എപ്പോഴും ഒരു ആത്മവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം ആ തൊഴിലിൽ നമ്മൾ അഭിമാനിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ എന്ത് തോന്നിയാലും നമ്മൾ ആ തൊഴിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ചിലർക്ക് ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മോശമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എന്ത് ലോട്ടറി വിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളതിനകത്ത് ഭയങ്കരമായിട്ട് ആത്മാഭിമാനമാണ് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വീട് മേടിച്ച് കഴിഞ്ഞാൽ ഉള്ള ലോണും ഒക്കെ എടുത്ത് അത്രയും കടങ്ങളൊന്നും വരുത്തി വയ്ക്കാൻ ഞാനിപ്പോൾ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന തൊഴിലിനോട് എനിക്ക് എന്നേലും ഒരു ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ തൊഴിലിനെ മോശമായിട്ട് കാണുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഉടനെ ഒരു വീട് മേടിക്കാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു, 1 കോടി അടിച്ചു എന്നിരിക്കട്ടെ, അപ്പം നമുക്ക് അതിൻ്റെ ഒരു 9% നമുക്ക് കമ്മീഷൻ കിട്ടും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ GST പരിഷ്കരണം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഈ കേരള ലോട്ടറിയുടെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ അഡീഷണൽ ആയിട്ട് നികുതി ചുമത്തി. അപ്പോൾ അത് കേരള ലോട്ടറി സെല് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഈ GST നടപ്പായ ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് കമ്മീഷനും കുറച്ചിട്ടുണ്ട്, DCയും കുറച്ചിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ അത് കുറച്ചും കൂടെ ഇച്ചിരി ഒരു നല്ല രീതിയിലാക്കി തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്രത്തോളം പ്രാവർത്തികമാകും നമുക്കറിയാൻ പാടില്ല, അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി എടുക്കുന്ന ആളെ സംബന്ധിച്ച് ലോട്ടറിക്ക് ഈ GST വർദ്ധിപ്പിച്ചതിന് ശേഷവും 50 രൂപയ്ക്ക് തന്നെയല്ലേ നമ്മൾ ലോട്ടറി കൊടുക്കുന്നത്. അതിനകത്ത് അവർക്ക് മാറ്റമൊന്നുമില്ല. കാരണം എടുക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. നമുക്ക് വിൽക്കുന്നവർക്കാണ് ഒരു ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുള്ളൂ. ഇപ്പം ലോട്ടറി കടകളിൽ നമ്മൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പ്രീവിയസ് ആയിട്ടുള്ള നേരത്തെ ടിക്കറ്റുകൾ അല്ലെങ്കിൽ നേരത്തെ സമ്മാന നമ്പറുകൾ നോക്കുന്നു, അതനുസരിച്ച് അവർ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇന്ന നമ്പർ എടുക്കുന്നു. ചിലർക്ക് 00 ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സീക്കിളായിരിക്കും ഇഷ്ടം. ഇങ്ങനെ എടുക്കുന്നതിൽ വല്ല കഥയുണ്ടോ? കാരണം ലോട്ടറി എന്ന് പറയുന്നത് ഇതൊരു ലക്കാണല്ലോ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ അങ്ങനെ പ്രൈസ് ചാർട്ട് നോക്കുന്നതിലൂടെ? എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുകയാണെങ്കിൽ ചിലർക്ക് മൈക്കിൾ പറഞ്ഞ പോലെ ഡബിൾ നമ്പർ ഇഷ്ടമുള്ളവരുണ്ട്, ചിലർക്ക് സീക്കനായിരിക്കും ഇഷ്ടം, പിന്നെ ചിലർ പറഞ്ഞേക്കാം പോത്താട് സീക്കൻ, അങ്ങനെയൊക്കെ ഓരോ നമ്പറുകൾ ചിലരിങ്ങനെ പറയും. ചിലർക്ക് 4-ൽ അവസാനിക്കുന്നത്, ചിലർക്ക് 7-ൽ അവസാനിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് നോക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം അതെല്ലാം ഭാഗ്യം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചാർട്ട് നോക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ചാർട്ട് നോക്കിയെടുക്കുന്ന ആൾക്കാരെ പോലും എനിക്കറിയാം. ഞങ്ങളുടെ അവിടെ ഇടവെട്ടിയിൽ കടയിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 10 വർഷം മുമ്പുള്ള ചാർട്ട് വരെ കൊണ്ട് നോക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. കിട്ടും, ആ ഇടയ്ക്കൊക്കെ അവർക്ക് കിട്ടാറുണ്ട് കേട്ടോ, ഇല്ലെന്ന് നമ്മൾ പറയണ്ട. അപ്പോൾ അവർ നോക്കിയെടുക്കുന്നതിൻ്റെ ഇതായിരിക്കും, അതും മേ ബി അവരുടെ ഭാഗ്യമായിരിക്കും. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന് ലോട്ടറി ബിസിനസ്സിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയും അതിൻ്റെ നേട്ടങ്ങളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് അനുചേച്ചിയാണ്, അനു ലക്കി സെൻ്ററിൻ്റെ ഉടമ. ചേച്ചിക്ക് നന്ദി, താങ്ക് യു.